Hello friends, welcome to my channel. ഇന്ന് ഞാൻ എഗ്ഗും ഒനിയനൊക്കെ വെച്ചിട്ടുള്ളൊരു പക്കോടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു പക്കോടയാണ്. നോമ്പ് തുറക്കുമ്പോൾ സോസൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു പക്കോടയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. ഒരു 6 സവാള തൊലി കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. സവാള നന്നായി കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു വലിയ ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിലേക്ക് ഒരു പച്ചമുളക് പൊടിയായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടി കൊടുക്കാം കേട്ടോ. 1 ടീസ്പൂണോളം ഉപ്പും ചേർത്തിട്ട് സവാള നന്നായി തിരുമ്മി മിക്സ് ചെയ്തെടുക്കുക. കൈകൊണ്ട് തന്നെ നന്നായി തിരുമ്മിയെടുക്കുക. ഒരു 2-3 മിനിറ്റോളം നന്നായി കൈ ഉപയോഗിച്ചിട്ട് തിരുമ്മിയെടുക്കുക. എന്നിട്ട് ഇത് ഒരു 5 മിനിറ്റ് മൂടി വയ്ക്കാം. ഞാനിപ്പോൾ ഇത് പുഴുങ്ങിയിട്ട് ചൂടാറിയതിന് ശേഷമാണ് എടുത്തു വച്ചിരിക്കുന്നത്. നിങ്ങൾ ആദ്യം തന്നെ പക്കവട ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മുട്ട പുഴുങ്ങിയിട്ട് എടുത്ത് വയ്ക്കുക. ഇത് ഉണ്ടാക്കുമ്പോഴേക്കും ഇത് നന്നായി ചൂടാറി കിട്ടണം. ഒരെണ്ണത്തിന് 4 പീസാക്കിയിട്ട് എടുക്കണം നമുക്ക്. മുട്ട ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്സ് ചെയ്തെടുക്കാം. ഉള്ളി മാറ്റി വെച്ചിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. കാരണം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിൽ നിന്ന് തന്നെ വെള്ളമെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് മല്ലി പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഗ്രൈൻഡറിലിട്ടിട്ട്. 1 ടീസ്പൂണ് ക്രഷ്ഡ് ചില്ലി, 1 ടീസ്പൂണ് ഗാർലിക് പൗഡർ, 1 ടീസ്പൂണ് ജിഞ്ചർ പൗഡർ. ഇത് പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ പേസ്റ്റ് ചേർത്ത് കൊടുത്താലും മതി. 1/2 ടീസ്പൂണ് ഗരം മസാല. ഇതിലേക്ക് ഇനി 1 തണ്ട് കറിവേപ്പില പൊടിയായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് 1 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി കുഴച്ച് കൊടുക്കുക. നന്നായി കുഴച്ചതിന് ശേഷം ഒരു മുട്ടയുടെ പകുതി എടുത്തിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് ചേർത്തിട്ട് പക്കവട ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അതാ നമ്മുടെ പക്കവടയുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. 2 കൈയിലും ഓയിൽ തടവിയിട്ട് കുറച്ച് മാവ് എടുക്കുക. എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് പരത്തി കൊടുക്കുക. അതിനുള്ളിൽ ഒരു എഗ്ഗിൻ്റെ പീസ് വെച്ച് കൊടുത്തിട്ട് ഇത് കവർ ചെയ്തെടുക്കുക. ഇതാ ഇങ്ങനെ കവർ ചെയ്തെടുക്കുക. ഇതുപോലെ തന്നെ എല്ലാ എഗ്ഗും ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ഞാനെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിൽ ചൂടാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. 4 വീടിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് നിറച്ചിട്ട് കൊടുക്കരുത്, അപ്പം മറിച്ചിടാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇതാ 2 സൈഡും മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ബാക്കി പക്കവടയും ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പക്കവട റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഉള്ളിതാ ഇങ്ങനെയാണ് ഇരിക്കുക. ഉള്ളൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു പക്കവടയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.